ഗൈസ് വാട്ട്സ്ആപ്പ് എല്ലാ അച്ചവർക്കും ബ്രേക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, സോ നമ്മൾ ഫൈനലി നമ്മുടെ ഹാർഡ് കോറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. ഓക്കെ ഗൈസ്, സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ എല്ലാവരും നിങ്ങൾ കാണുന്നത് ഗൈസ് ഇതിന് മുമ്പേ നമ്മളൊരു വീഡിയോ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ഗൈസ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോയിൽ എൻ്റെ വോയിസ് മാത്രം റെക്കോർഡായിട്ടില്ല, ബാക്കി എല്ലാ സാധനങ്ങളും റെക്കോർഡായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഗൈസ്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫുൾ കാര്യങ്ങളും പറഞ്ഞുതരാം ഗൈസ്. ബാക്കിൽ കാണുന്നൊരു മരം കണ്ട് ഗൈസ്, ആ മരത്തിൻ്റെ അവിടെ ആയിട്ടാണ് നമ്മൾ ആക്ച്വലി സ്പോണും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് ഗൈസ്. എന്തോ ഒരു ഭാഗ്യത്തിലാണ് അവിടെ ഹാർഡ് കോറിൽ അവിടെ സ്പോണായിരിക്കുന്നത് ഗൈസ്. ഞാൻ വിചാരിച്ചു ഹെഡ്ഫോണിൻ്റെ ഞാൻ വിചാരിച്ചു ഒരിക്കലും നമ്മളവിടെ സ്പോൺ ചെയ്യില്ല, നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു മൂലയിൽ ആ സ്പോൺ ചെയ്യാമെന്ന് വിചാരിച്ചു ഗൈസ്. ബട്ട് നമ്മളവിടെ സ്പോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, പിന്നൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഗൈസ്, നമ്മൾ കുറേ അധികം ലക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു വീടുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, ആ വീടിൻ്റെ അവിടെയാണ് ഗൈസ് നമുക്ക് ഓൾമോസ്റ്റ് ഞാൻ കാണിച്ചൊരു വീട്ട് ഗൈസ്. ഈ ഒരു വീട്ടില്ലേ ഗൈസ്, ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, ഒരു കിച്ചൺ പോലത്തെ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഓക്കെ, അവിടെ നിന്ന് നമുക്ക് ഏകദേശം 3 ഡയമണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മളിപ്പം അതുകൊണ്ട് നമ്മളിതാ ഈ ഒരു വീട്ടിൽ നിന്ന് ഡയമണ്ട് കിട്ടി. അതുകൊണ്ട് നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളൊരു പിക്കാസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, കാണിച്ചു തരാം. നമ്മളിവിടെ ആയിട്ടൊരു പിക്കാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ദെൻ ഗൈസ്, നിങ്ങൾ ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ തോന്നുന്നു ഗൈസ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അത് എൻ്റെ പി സിൻ്റെ ലാഗല്ല കണ്ടത്. എൻ്റെ പി സിൻ്റെ ലാഗാണെങ്കിൽ മൗസ് അനങ്ങുപോലും ഇല്ലായിരുന്നു. ബട്ട് ഗൈസ് അതെന്താ ലാഗെന്ന് വെച്ചാൽ ഞാനിപ്പോൾ രണ്ടാമത്തെ വട്ടമായിട്ടാണ് ഞാൻ ഈ വേൾഡിൽ കയറുന്നത്. കണ്ടോ ഗൈസ്, ആ മലയൊന്നും ഫുള്ളി കാണാൻ പറ്റുന്നില്ല. ഓക്കെ, നമ്മളെ വേൾഡും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ലോഡിങ് ആയിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. ഓക്കെ, ലോഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഗും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. ഓക്കെ, ദെൻ ഗൈസ് ഞാൻ കാണിച്ചിട്ട് ഗൈസ്, നമുക്കൊരു ഡയമണ്ടിൻ്റെ പിക്കാസും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് 4 അയൺ കിട്ടി. പിന്നെ നമുക്കൊരു സോഡ് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അത് സീനായിട്ടുണ്ട് ഗൈസ്. അതെനിക്ക് സന്തോഷമായിട്ട്. സോഡ് നമുക്കില്ലായിരുന്നു ഗൈസ്. ഇപ്പോൾ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡേ 2 ആയി ഗൈസ്. ഞാനിപ്പോൾ ഡേ 2ലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹാർഡ് കോറിൻ്റെ സർവൈവൽ ഡേയ്സ് എത്രയാണ് ഗൈസ്. സത്യത്തിൽ പറഞ്ഞാൽ ഞാൻ തന്നെ നെറ്റിപ്പോയി. ഏകദേശം 4500 ദിവസമാണ് നമ്മുടെ ഹാർഡ് കോറിൻ്റെ സർവൈവൽ ഡേയ്സ് ഗൈസ്. ഓക്കെ, ഈ വില്ലേജർ എന്തായാലും ഇങ്ങനെ നോക്കുന്നത്. ഓക്കെ ഗൈസ്, 4500 ദിവസമാണ് നമ്മുടെ ഹാർഡ് കോറിൻ്റെ സർവൈവൽ വേൾഡ്. ഓക്കെ, അപ്പോൾ ഗൈസ് ആ വേൾഡ് അങ്ങോട്ട് ഒരു കിടുക്കും കാച്ചി വേൾഡാട്ടോ. ഓക്കെ, നമുക്കപ്പോൾ ഈ വേൾഡും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഗൈസ്. പിന്നെ നമുക്ക് എന്താ ലക്ക് എന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം നല്ല വലിയ വില്ലേജാണ് ഗൈസ്. ഓക്കെ, വില്ലേജ് ഞാൻ വിചാരിച്ചു വല്ല ചെറുതായിരിക്കുമെന്ന്. ബട്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വലിയൊരു വില്ലേജും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്നൊക്കെ താഴെ വേണം ചെത്തും ഗൈസ്. ഇത്ര നേരമായിട്ട് നമ്മളെ നിന്ന് ഒരു ലൈഫ് പോലും കുറഞ്ഞിട്ടില്ല ഗൈസ്. ഇതുപോലെ തന്നെ നമുക്ക് കൊണ്ട് നടക്കണം. നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 100 ദിവസം ഇങ്ങനെ സർവൈവ് ചെയ്യണം ഗൈസ്. 100 ഡേയ്സ് സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ സീനായിരിക്കും. ഇപ്പം നമ്മളതിൽ ഇപ്പം ഡേ 2 ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഡേ 2ൽ തന്നെ നമുക്കിപ്പം എന്താണ്ട് ഒരുപാട് സാധനം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, സത്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അതാണ്ട് നല്ല നല്ല സോഡ് ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ ഉണ്ട് ഗൈസ്. പിന്നെ നമുക്ക് ഒരു ലെഗിൻസ് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ആ ചെസ്റ്റിനുള്ളിൽ തന്നെ കിട്ടിയതാണ്. പിന്നെ നമ്മളൊരു ഷീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഷീൽഡ് സത്യത്തിൽ പറഞ്ഞാൽ നല്ല ആവശ്യമുണ്ട് ഗൈസ്. പിന്നെ ഒരു പണി എന്താ കിട്ടിയെന്ന് വെച്ചാൽ ഗൈസ്, സാധാരണ ക്രൗച്ച് ചെയ്യുമ്പോഴാണ് ഷീൽഡ് ഇങ്ങനെ മുന്നോട്ട് തള്ളിയിരുന്നത്. ബട്ട് ഗൈസ് സത്യത്തിൽ പറഞ്ഞാൽ അത് മുന്നോട്ട് തള്ളിയിരുന്നില്ല ഗൈസ്. അതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇനി ഷീൽഡ് യൂസ് ചെയ്യാൻ വേറെ വല്ല ഐക്കണും ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതും കൂടെ ഒന്ന് പറഞ്ഞു തരണം ഗൈസ്. സത്യത്തിൽ പറഞ്ഞാൽ അത് നമുക്കറിയാൻ പാടില്ല. ഓക്കെ, ഇവിടെ നിന്ന് ഫ്ലേവർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഈ വില്ലേജ് സത്യത്തിൽ പറഞ്ഞാൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പം നമുക്കൊരു ലാഗ് ഉണ്ടാകും ഗൈസ്. അപ്പോൾ ആ ലാഗ് എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നു, പക്ഷേ നിങ്ങൾക്കും അത്യാവശ്യം ചെറുതായിട്ടൊക്കെ ആയിരിക്കും ഫീൽ ചെയ്യുള്ളൂ. ഓക്കെ, സത്യത്തിൽ പറഞ്ഞാൽ ഈ നേരത്തെ വീഡിയോയിൽ നമ്മളതിനല്ലായിരുന്നു ലാഗ് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് നമ്മുടെ ലാഗും കാര്യങ്ങളൊന്നും അല്ല, അത് സർവൈവ് നമ്മളെ വേൾഡ് ലോഡാകുമ്പം ഉണ്ടാകുന്ന ഒരു ലാഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, നമ്മളെ പിന്നെ വേൾഡിനകത്ത് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നമുക്കൊരു വീട് പണിയുണ്ട് ഗൈസ്. സത്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഇല്ലാത്തൊരു സാധനമാണ് വീട്. ഓക്കെ, നമുക്കൊരു വീട് ഉണ്ടാക്കണം ഗൈസ്. അത് വലിയ വീടൊന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ചെറിയൊരു വീട് ഉണ്ടാക്കാനുണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ എന്താണ്ട് അവിടെയായിട്ട് നമ്മുടെ ഹണീൻ്റെ സംഭവം ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഹണി ഫാം എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം. ഓക്കെ, അവിടെ ഒരെണ്ണം ഉണ്ട്, ഹണീൻ്റെ ഒരു കൂടുണ്ട്, ഒന്നും ഉണ്ട് നമ്മുടെ കയ്യിൽ. ബട്ട് ഇപ്പം നമുക്കൊരു ഒന്നുകൂടെ കിട്ടുവാണെങ്കിൽ
ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വേൾഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ഗൈസ്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മൾ തട്ടായിരിക്കും. ഇപ്പോൾ നമ്മളെ ഇപ്പോൾ ഡേ 2 ആയിട്ടുണ്ട്. നമുക്ക് ഡേ 3, 4, 5 ഗൈസ്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഡേ 3 തന്നെ നമുക്കൊരു വീടുണ്ടാക്കണം ഗൈസ്. വീടെന്ന് വെച്ചാൽ നമ്മൾ വില്ലേജിന് ഇച്ചിരി അകന്നിട്ടായിരിക്കും ഗൈസ് നമ്മൾ വീടുണ്ടാക്കുക. അതായിരിക്കും കുറച്ചുകൂടെ സെറ്റ് ആവുക ഗൈസ്. ഓക്കെ, അതാകുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. വില്ലേജർക്കാർക്കും വലിയ കുഴപ്പമുണ്ടാവില്ല ഗൈസ്. ഓക്കെ, അപ്പം ഗൈസ് ഇതാണ്ട് കൊട്ടാരമൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ഇതാണ്ട് ഈ ചെറിയൊരു വീട്ടിലാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് നമുക്ക് മൈനിങ്ങിന് പോകണം. ഇവിടെ മൈനിങ്ങിൽ സെറ്റാക്കാണ്ട്. ദെൻ ഗൈസ് ആ മല കണ്ടോ, അതിൻ്റെ പൊക്കത്തെ ഗൈസ് ഞാൻ മലയില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് ഇറങ്ങട്ടെ. ഇവിടെ ഒന്ന് കുറച്ച് മാറട്ടെ ഗൈസ്. ആ മല കണ്ടോ, അത് ചെറിയൊരു മലയല്ല, അത്യാവശ്യം വലിയൊരു മലയാട്ടോ. ഒരു മിനിറ്റ്, നമ്മൾ നൈസിനൊന്ന് അങ്ങോട്ട് പോകണം ഗൈസ്. സബർബൊക്കെ എന്തായാലും ഉണ്ടാകും ഗൈസ്. ഇപ്പോൾ താടെ നമ്മൾ മണ്ടയിൽ എത്തിയിട്ടുണ്ട്. ഇതാ ഗൈസ് അവിടെ അയണൊക്കെ കിടക്കുന്നുണ്ട്. കോളുണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് വലിയൊരു മലയാട്ടോ ഇവിടെ ഉള്ളത് ഗൈസ്. എന്ത് വലിയ മലയാണ്. നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വില്ലേജിൻ്റെ വ്യൂ മൊത്തത്തിൽ സൂപ്പറായിട്ട് നമുക്ക് കിട്ടും ഗൈസ്. ഓക്കെ, വെയിറ്റിങ് ഇവിടെ പിടിച്ചാണോ? ഓക്കെ സെറ്റ്. ഓക്കെ, അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ കുതിരയൊക്കെ ഉണ്ട്. സൈഡിലിട്ടാണ് സിറ്റി. ഓ നേരി വിട്ടേ. ഇവിടെയൊക്കെ ക്രൗച്ച് ചെയ്തിട്ട് നോക്കാൻ പാടുള്ളൂ. എൻ്റെ അമ്മ പേടിയാണ് താഴത്തേക്ക് നോക്കുമ്പോൾ. ഓക്കെ ഗൈസ്, അപ്പം ഇതൊക്കെയാണ് നമ്മളെ വില്ലേജിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ ആക്കൂറ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തു. 500 സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം ബ്രോക്കേറ്റ്സ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഫുൾ സെറ്റപ്പ് ആക്കുന്ന സാധനം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം ബ്രോക്കേറ്റ്. ദെൻ ടാറ്റ ബൈ ആൻഡ്